എല്ലാ കൂട്ടുകാരെയും വെറൈറ്റി ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താറാവിൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ. അതിനുവേണ്ടി 6 മുട്ടയോളം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ പുഴുങ്ങാനെടുക്കുകയാണ്. കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് പുഴുങ്ങാനെടുക്കുകയാണ്. അതിനുശേഷം ഒരു ഇടിയൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പച്ച കുരുമുളകിട്ട് അത് ചതച്ചെടുക്കുകയാണ്. നമുക്ക് കറിയിൽ ചേർക്കാനുള്ളതിന് ചതച്ചെടുക്കുകയാണ്. അതിനുശേഷം ഒരു കടായി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി കഴിയുമ്പം കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേന് കുറച്ച് ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത്, 3-4 പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, 3 ചെറിയ സവാള തീരെ കനം കുറഞ്ഞ് ചെറുതായിട്ടരിഞ്ഞത്, 2 ചെറിയ തക്കാളി അതും ചെറുതായിട്ടരിഞ്ഞത്. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പൊടികൾ മഞ്ഞൾപ്പൊടി കുറച്ച്, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മീറ്റ് മസാല ഇത്രയും ചേർത്തതിന് ശേഷം ഇത് കറുവാപ്പട്ടയും ഏലക്കായും കൂടെ പൊടിച്ച പൊടിയാണ്. കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. ഇതും കൂടെ ചേർക്കുമ്പോഴത്തേന് ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചക്കുരുമുളകും കൂടെ കൂടെ ചേർക്കുക. എന്നിട്ട് എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിരിക്കുകയാണ്. ഉപ്പ് ഒരു കുറച്ച് ശകലം പോരാഴിക്ക് തോന്നി ശകലം ഉപ്പ് പൊടി ചേർത്തിരിക്കുകയാണ്. അതിനുശേഷം ഗ്രേവി നല്ലവണ്ണം തിളച്ച് നിൽക്കുകയാണ്. അതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന താറാവ് മുട്ട ചേർക്കുകയാണ്. നല്ലൊരു കറിയാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതിനുശേഷം ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇടുകയാണ്. കറി ഏകദേശം പാകമായിട്ടുണ്ട്. നല്ലൊരു കറിയാണ്. ഇതുപോലെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.